welcome to a new video of Ramanuja Institute of Accounting. ഇന്ന് ഒരു നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷന്റെ വർക്കാണ് ടാലിയിൽ ചെയ്യുന്നത്. നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷന്റെ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരിക്കലും പർച്ചേസോ സെയിൽസോ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ എക്സ്പെൻസും എല്ലാ ഇൻകവും ഇൻഡയറക്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്യാം. F1 കീ പ്രസ് ചെയ്ത് കമ്പനി ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് കമ്പനി സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് നെയിം, ഇവിടെ രാമാനുജ സ്കൂൾ ഓഫ് അക്കൗണ്ടിങ് എന്നാണ് നെയിം നൽകിയിരിക്കുന്നത്. എൻ്റർ കീ പ്രസ് ചെയ്യുക. അഗെയിൻ എൻ്റർ. സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം, ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഒക്കെ നൽകുക. അതിനുശേഷം ഇവിടെ അക്കൗണ്ട്സ് ഓൺലി സെലക്ട് ചെയ്യുക. ദെൻ ഡേറ്റ്. നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഡേറ്റ് ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ 1 April 2021 എന്ന് ഫിനാൻഷ്യൽ ഇയർ നൽകുന്നു. അതോടൊപ്പം ബുക്സ് ബിഗിനിങ്ങും സെയിം ഡേറ്റ് ആണ് നൽകുന്നത്. എൻ്റർ കീ പ്രസ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു കമ്പനി ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്ത് വെക്കുക. അതിനുശേഷം കമ്പനി ക്രിയേറ്റ് ചെയ്ത് ട്രാൻസാക്ഷൻ പാസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ട്രാൻസാക്ഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ജേണൽ എൻട്രിയാണ് നാം നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻസിൽ അക്കൗണ്ടിങ് വൗച്ചർ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇൻവെസ്റ്റഡ് ക്യാഷ് ₹8 lakh. അപ്പോൾ ബിസിനസ്സിലോട്ട് ക്യാഷ് വരുന്നു. അപ്പോൾ F6 റിസീപ്റ്റിൽ ചെയ്യുക. ക്രെഡിറ്റ് ക്യാപിറ്റൽ, ദെൻ പ്രസ് ഓൾട്ട് സി, ടൈപ്പ് ക്യാപിറ്റൽ അക്കൗണ്ട്. എൻ്റർ കീ. ക്യാപിറ്റൽ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട്, സേവ് ദ ട്രാൻസാക്ഷൻ, ദെൻ ടൈപ്പ് ദ എമൗണ്ട്. ഡെബിറ്റ് ക്യാഷ് സെലക്ട് ചെയ്യുക, നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് പർച്ചേസ്ഡ് 50 numbers desk at ₹1,250 and 100 numbers chair at ₹250. അപ്പോൾ അസറ്റ് വാങ്ങിക്കുകയാണ്. അപ്പോൾ ഇതൊരു പേയ്മെൻ്റ് ആണ്. F5 കീ പ്രസ് ചെയ്യുക, പേയ്മെൻറ്റ്. നെക്സ്റ്റ് ഓൾട്ട് സി പ്രസ് ചെയ്യുക. ദെൻ ഡെസ്ക്. ഡെസ്ക് എന്ന് പറയുന്നത് ഫേർണിച്ചർ ഐറ്റം ആണ് അല്ലേ. അപ്പോൾ ഡെസ്ക്, ചെയർ, ടേബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രത്യേകം അങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഫേർണിച്ചറിന് മാത്രം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് ലഭിക്കണം. പക്ഷേ എന്തൊക്കെ ടൈപ്പ് ഫേർണിച്ചർ ഐറ്റം ഉണ്ടെന്ന് നമുക്ക് അറിയുകയും ചെയ്യണം. അപ്പം അങ്ങനെയുള്ള കേസിൽ ലെഡ്ജർ നെയിം നാം ഡെസ്ക് എന്ന പേരിൽ നൽകുക. അതിനുശേഷം അണ്ടർ ഇവിടെ പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട്. അതിനുവേണ്ടി ഇവിടെ വെച്ച് ആൾട്ട് സി പ്രസ് ചെയ്യുക. ടാലിയിൽ എന്തും സെക്കൻഡറി ആയി ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ് ഓൾട്ട് സി. അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് എന്ത് കൊടുക്കുക, ഫേർണിച്ചർ എന്ന് ടൈപ്പ് ചെയ്യുക. എൻ്റർ. ഇവിടെ അണ്ടർ എന്ത് നൽകുക, ഫിക്സഡ് അസറ്റ്, ദെൻ സേവ് ദ ഗ്രൂപ്പ്. അഗൈൻ സേവ് ലെഡ്ജേഴ്സ്. ദെൻ ഇവിടെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. 50 × 1250. അപ്പോൾ എമൗണ്ട് കോളത്തിൽ വെച്ച് ആൾട്ട് സി പ്രസ് ചെയ്യുക. കാൽക്കുലേറ്റർ ആക്റ്റീവ് ആയിട്ടുണ്ട്. ദെൻ 50 × 1250. ദെൻ പ്രസ് എൻ്റർ കീ. എമൗണ്ട് അവിടെ ഓട്ടോമാറ്റിക്കായി വന്നു. ഇപ്പോൾ ഇവിടെ 2 ഐറ്റമാണ് വാങ്ങിക്കുന്നത് അല്ലേ, 2 ടൈപ്പ് ഓഫ് ഫർണിച്ചർ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് എൻട്രി നൽകാം. അതിന് ഈ ക്രെഡിറ്റ് എന്നുള്ളത് D എന്നുള്ള ലെറ്റർ പ്രസ് ചെയ്ത് ഡെബിറ്റ് ആക്കി മാറ്റുക. അഗെയിൻ ഓൾട്ട് സി, ദെൻ ടൈപ്പ് ചെയർ അണ്ടർ ഫർണിച്ചർ, ദെൻ സേവ് ഇറ്റ്. അഗെയിൻ ആൾട്ട് സി പ്രസ് ചെയ്യുക. എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. 100 × 250. പ്രസ് എൻ്റർ കീ. ദെൻ ക്രെഡിറ്റ് ക്യാഷ്. അപ്പോൾ കോമ്പൗണ്ട് എൻട്രി എങ്ങനെയാണ് നൽകുന്നതെന്ന് മനസ്സിലായിരിക്കുമല്ലോ. നെക്സ്റ്റ് ബോട്ട് 15 numbers tables at ₹2,550. ഓൾട്ട് സി പ്രസ് ചെയ്യുക. ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ടേബിൾ എന്താണ്, ഫർണിച്ചർ ആണ്. അപ്പോൾ അണ്ടർ ഫർണിച്ചർ നൽകുക, സേവ് ചെയ്യുക. ദെൻ പ്രസ് ആൾട്ട് സി, കാൽക്കുലേറ്റ് 15 × 2,550. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. ക്രെഡിറ്റ് ക്യാഷ്. നെക്സ്റ്റ് ബോട്ട് രജിസ്റ്റേഴ്സ് ₹650 ആൻഡ് ചോക്ക് ₹1,250. അപ്പോൾ ഇവിടെ രജിസ്റ്ററും ചോക്കും വാങ്ങിക്കുന്നു. അപ്പോൾ വാങ്ങിക്കുമ്പോൾ എന്താണത്, വാങ്ങിക്കുമ്പോൾ ഒരു സ്റ്റേഷനറി ഐറ്റം ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേഷനറി അതിൻ്റെ പേര് വെച്ച് നൽകേണ്ട ആവശ്യമൊന്നുമില്ല. ടാലിയിൽ എക്സ്പെൻസ് അലോക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്ഷനാണ് F11 കീ പ്രസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് ഓപ്പൺ ആവും. അതിൽ താഴെ മെയിൻറ്റെയിൻ കോസ്റ്റ് സെൻറ്റർ എസ് ആക്കുക. മെയിൻറ്റെയിൻ കോസ്റ്റ് സെൻറ്റർ യൂസ് ചെയ്യുന്നത് എക്സ്പെൻസ് അലോക്കേഷന് വേണ്ടിയിട്ടാണ്. ഏതൊക്കെ എക്സ്പെൻസ് എങ്ങനെയൊക്കെ ചെലവഴിച്ചു എന്നറിയാൻ വേണ്ടിയാണ്. അതിനുശേഷം ഇത് സേവ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കൺട്രോൾ എ പ്രസ് ചെയ്ത് സേവ് ചെയ്യാം. അതിനുശേഷം പേയ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ആൾട്ട് സി പ്രസ് ചെയ്യുക. സ്റ്റേഷനറി എന്ന ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ സ്റ്റേഷനറി
അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. സ്റ്റേഷനറി എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇവിടെ കോസ്റ്റ് സെൻറ്റേഴ്സ് ആർ അപ്ലിക്കബിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് എസ് ആക്കുക, അത് ആക്റ്റീവ് ആക്കുക. നമുക്ക് ആവശ്യമുള്ളതിന് മാത്രമേ അത് എസ് ആക്കാവൂ, ആവശ്യമില്ലാത്തതിന് അത് നോ ആക്കാം. സേവ് ചെയ്യാം. അതിനുശേഷം 2 ടൈപ്പ് സ്റ്റേഷനറി ഉണ്ട്. അതിൻ്റെ എമൗണ്ട് ടോട്ടൽ ചെയ്തെടുക്കുക. അതിന് ഓൾട്ട് സി പ്രസ് ചെയ്യുക. ദെൻ 650 പ്ലസ് 1250 എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സ്റ്റേഷനറി ഐറ്റം, എന്തൊക്കെയാണ് നെയിം ഓഫ് കോസ്റ്റ് സെൻറ്റർ കൊണ്ട് മീൻ ചെയ്യുന്നത് അതാണ്. അപ്പോൾ ഇവിടെ ആൾട്ട് സി പ്രസ് ചെയ്യുക. ദെൻ ടൈപ്പ് ചെയ്യുക രജിസ്റ്റർ. നമ്മുടെ സ്റ്റേഷനറി ഐറ്റത്തിൻ്റെ പേരാണ് ഇവിടെ നൽകേണ്ടത്. രജിസ്റ്ററിൻ്റെ വാല്യൂ ഇവിടെ നൽകുക 650. ദെൻ ആൾട്ട് സി, ദെൻ ഷോക്ക്, അതിൻ്റെ എമൗണ്ട് 1250. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. ക്രെഡിറ്റ് ക്യാഷ്. നെക്സ്റ്റ് ബോട്ട് 10 numbers കമ്പ്യൂട്ടർ അറ്റ് ₹18,000. കമ്പ്യൂട്ടർ ഫിക്സ്ഡ് അസറ്റ് ആണ്. നമ്മൾ അസറ്റ് വാങ്ങിക്കുമ്പോൾ ക്യാഷ് പോകുന്നു. അപ്പോൾ ഇതും ഇതിൽ തന്നെയാണ് ചെയ്യേണ്ടത്. പേയ്മെൻറ്റ് F5 അല്ലേ? അപ്പോൾ പേയ്മെൻറ്റ് തന്നെയാണ് നമ്മളിപ്പോഴുള്ളത്. അപ്പോൾ വീണ്ടും F5 കീ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ആൾട്ട് സി പ്രസ് ചെയ്യുക. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന അസറ്റ് ക്രിയേറ്റ് ചെയ്യുക. കമ്പ്യൂട്ടർ നമുക്ക് ഫിക്സ്ഡ് അസറ്റ് നൽകാം. അക്സെപ്റ്റ് ചെയ്യുക. എമൗണ്ട് 10 × 18,000 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഓൾട്ട് സി പ്രസ് ചെയ്യുക. ദെൻ 10 × 18,000 എൻ്റർ കീ പ്രസ് ചെയ്യുക. ക്രെഡിറ്റ് ക്യാഷ്. നെക്സ്റ്റ് റിസീവ്ഡ് രജിസ്ട്രേഷൻ ഫീ. രജിസ്ട്രേഷൻ ഫീ റിസീവ് ചെയ്യുന്നു. റിസീവ് ചെയ്യുമ്പോൾ F6 റിസീപ്റ്റ് കീ പ്രസ് ചെയ്യുക. ദെൻ ഓൾട്ട് സി പ്രസ് ചെയ്ത് രജിസ്ട്രേഷൻ ഫീ അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകം. അപ്പോൾ ഇവിടെ കോസ്റ്റ് സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ, കോസ്റ്റ് സെൻറ്റേഴ്സ് ആർ അപ്ലിക്കബിൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. അത് നോ കൊടുക്കുക, ഇനാക്റ്റീവ് ആക്കുക. ദെൻ സേവ്. കോസ്റ്റ് സെൻറ്റർ നൽകേണ്ടതിന് മാത്രമേ അത് ആക്റ്റീവ് ആക്കേണ്ടതുള്ളൂ. എമൗണ്ട് നൽകുക 38,000. ഡെബിറ്റ് ക്യാഷ്. നെക്സ്റ്റ് റിസീവ്ഡ് ഡൊണേഷൻ. ഡൊണേഷൻ റിസീവ് ചെയ്യുമ്പോഴും ഇൻകം ആണ്. അപ്പോൾ F6 റിസീപ്റ്റ് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വൗച്ചർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ആൾട്ട് സി പ്രസ് ചെയ്യുക. ഡൊണേഷൻ അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകം ക്രിയേറ്റ് ചെയ്യുക. സേവ് ചെയ്യുക. എമൗണ്ട് 25,000. ഡെബിറ്റ് ക്യാഷ്. നെക്സ്റ്റ് പെയ്ഡ് പ്രിന്റിംഗ് ചാർജ്. പെയ്ഡ് പ്രിന്റിംഗ് ചാർജ് എന്ന് പറയുമ്പോൾ അതൊരു പേയ്മെന്റ് ആണ്. F5 കീ പ്രസ് ചെയ്യുക. ആൾട്ട് സി പ്രസ് ചെയ്യുക. പ്രിന്റിംഗ് ചാർജ് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. കോസ്റ്റ് സെൻറ്റേഴ്സ് ആർ അപ്ലിക്കബിൾ നോ ആക്കുക. ദെൻ സേവ്. എമൗണ്ട് 3,250. ക്രെഡിറ്റ് ക്യാഷ്. സേവ് ദ ട്രാൻസാക്ഷൻ. നെക്സ്റ്റ് ബോട്ട് 2 numbers ഷെൽഫ് അറ്റ് ₹4,500. ഷെൽഫ് എന്ന് പറയുമ്പോൾ അസറ്റ് ആണ്. അത് നമുക്ക് അണ്ടർ ഫേർണിച്ചർ ആയിട്ട് വേണമെങ്കിൽ നൽകാം. അപ്പോൾ അസറ്റ് വാങ്ങിക്കുമ്പോൾ പേയ്മെൻറ്റ് F5 പേയ്മെൻറ്റ് തന്നെയാണുള്ളത്. ആൾട്ട് സി പ്രസ് ചെയ്യുക. ഷെൽഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്നുകിൽ ഫിക്സ്ഡ് അസറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഫേർണിച്ചർ സെലക്ട് ചെയ്യാം. സേവ് ചെയ്യും. ഇവിടെ ഇപ്പോൾ ഫേർണിച്ചർ സെലക്ട് ചെയ്യുന്നു. സേവ് ചെയ്തു. 2 numbers ആണ്. ഒരെണ്ണത്തിൻ്റെ റേറ്റ് 4,500. അപ്പോൾ ആൾട്ട് സി പ്രസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. 2 × 4,500. ക്രെഡിറ്റ് ക്യാഷ്. നെക്സ്റ്റ് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു യൂണിയൻ ബാങ്ക്. ക്യാഷ് ഡെപ്പോസിറ്റ്സും വിഡ്രോവൽസും F4 കോൺട്രയിൽ. അപ്പോൾ പ്രസ് F4. ദെൻ ക്രെഡിറ്റ് ക്യാഷ്. എമൗണ്ട് 25,000. നെക്സ്റ്റ് ഡെബിറ്റ് യൂണിയൻ ബാങ്ക്. നാം ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സോ പ്രസ് ആൾട്ട് സി. ദെൻ ടൈപ്പ് യൂണിയൻ ബാങ്ക്. യൂണിയൻ ബാങ്ക് അണ്ടർ ബാങ്ക് അക്കൗണ്ട്. സേവ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് പെയ്ഡ് ഇലക്ട്രിസിറ്റി ചാർജ്. ഇലക്ട്രിസിറ്റി ചാർജ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ F5. ദെൻ പ്രസ് ആൾട്ട് സി. ടൈപ്പ് ഇലക്ട്രിസിറ്റി ചാർജ് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. കോസ്റ്റ് സെൻറ്റർ ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ഇനാക്റ്റീവ് ആക്കുക. ദെൻ സേവ് ചെയ്യാം. എമൗണ്ട് 1,050. ക്രെഡിറ്റ് ക്യാഷ്. സേവ് ദ ട്രാൻസാക്ഷൻ. നെക്സ്റ്റ് വിഡ്രോൺ ക്യാഷ് ₹5,000. ക്യാഷ് വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റ്സും വിഡ്രോവൽസും F4 കോൺട്രയിൽ ചെയ്യുക. ക്രെഡിറ്റ് ഏത് ബാങ്കിലാണോ ഡെപ്പോസിറ്റ് ചെയ്ത് ആ ബാങ്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ ക്രെഡിറ്റ് യൂണിയൻ ബാങ്ക്. എമൗണ്ട് 5,000. നെക്സ്റ്റ് ബാങ്ക് ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. ഡെബിറ്റ് ക്യാഷ് ആണ് വിഡ്രോ ചെയ്യുന്നത്. നെക്സ്റ്റ് ബോട്ട് ലൈബ്രറി ബുക്ക്. ലൈബ്രറി ബുക്ക് ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അസറ്റ് ആണ്. അപ്പോൾ F5 പേയ്മെൻറ്റിലാണ് ചെയ്യേണ്ടത്. ആൾട്ട് സി പ്രസ് ചെയ്യുക. ലൈബ്രറി ബുക്ക് അണ്ടർ ഫിക്സഡ് അസറ്റ്. ദെൻ സേവ് ദ ലെഡ്ജർ. എമൗണ്ട് 35,000. ക്രെഡിറ്റ് ക്യാഷ്. നെക്സ്റ്റ് റിസീവ്ഡ് മന്ത്ലി ഫീ ഫ്രം സ്റ്റുഡൻസ്. അപ്പോൾ അത് റിസീപ്റ്റ് ആണ്. F6 പ്രസ് ചെയ്യുക. ആൾട്ട് സി പ്രസ് ചെയ്യുക. മന്ത്ലി ഫീ അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകം. കോസ്റ്റ് സെൻറ്റർ ആക്റ്റീവ് ആണെങ്കിൽ ഇനാക്റ്റീവ് ആക്കുക. ദെൻ എമൗണ്ട് 1,00,000
68,500 ഡെബിറ്റ് ക്യാഷ്. നെക്സ്റ്റ് പെയ്ഡ് ടെലഫോൺ ചാർജ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ FI പേയ്മെൻറ്റ്, ദെൻ Alt C ക്രിയേറ്റ് ടെലഫോൺ ചാർജ് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, എമൗണ്ട് 2,700 ക്രെഡിറ്റ് ക്യാഷ്. നെക്സ്റ്റ് സാലറി പെയ്ഡ് ടു സ്റ്റാഫ്, അപ്പോൾ അത് പേയ്മെൻറ്റ് വൗച്ചറിൽ തന്നെയാണ് ചെയ്യേണ്ടത്. Alt C പ്രസ് ചെയ്യുക. സാലറി അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, എമൗണ്ട് 1,05,000 ക്രെഡിറ്റ് ക്യാഷ്. സേവ് ദ ട്രാൻസാക്ഷൻ. ഇത്രയായാലും നാം ട്രാൻസാക്ഷൻസ് ഒക്കെ ഇവിടെ പാസ് ചെയ്തു. ഇനി നമ്മൾ ചെയ്തിരിക്കുന്ന ജേണൽ എൻട്രി ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ സെലക്ട് ചെയ്യുക. ദെൻ ഡേ ബുക്ക്. ഇപ്പോൾ ഇവിടെ എല്ലാ ട്രാൻസാക്ഷൻ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഇവിടെ വെച്ച് F12 കോൺഫിഗറേഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഫോർമാറ്റ് ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്യാം. നമ്മൾ സ്റ്റേഷനറി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ കോസ്റ്റ് സെൻറ്റർ ആക്റ്റീവ് ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റേഷനറി ഐറ്റം എന്തൊക്കെയാണെന്ന് നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഡേ ബുക്കിൽ F12 കോൺഫിഗറേഷൻ പ്രസ് ചെയ്യുക. ഫോർമാറ്റ് ഡീറ്റെയിൽഡ് എടുക്കുക. അതിനുശേഷം ഇവിടെ ഷോ കോസ്റ്റ് സെൻറ്റർ ഡീറ്റെയിൽസ് ഓൾസോ എന്നുള്ളത് യെസ് ആക്കാം. അതിനുശേഷം സേവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ സ്റ്റേഷനറി, അതിൽ രജിസ്റ്റർ ചോക്ക്, ഇവിടെ അതിൻ്റെ ഓരോന്നിൻ്റെ റേറ്റ് കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ടോട്ടൽ എമൗണ്ടും ഇവിടെ കാണാവുന്നതാണ്. നെക്സ്റ്റ് ട്രയൽ ബാലൻസ്. അപ്പോൾ ഇവിടെ ട്രയൽ ബാലൻസ് സെലക്ട് ചെയ്യുക. ലെഡ്ജർ വൈസ് ഡിസ്പ്ലേക്ക് വേണ്ടി F5 കീ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ട്രയൽ ബാലൻസ് ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആണ്. ടോട്ടൽ 10,31,500 ആണ് ലഭിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ക്യാഷ് ബുക്ക് കാണണമെങ്കിൽ ഡിസ്പ്ലേയിൽ അക്കൗണ്ട് ബുക്സ് എൻ്റർ കീ പ്രസ് ചെയ്യുക. അതിൽ ക്യാഷ് ഓർ ബാങ്ക് ബുക്സ്, അതിൽ ക്യാഷ് ഇൻ ഹാൻഡിൽ ക്യാഷ് സെലക്ട് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ മന്ത്ലി വൈസ് റിസൾട്ടാണ് കിട്ടുന്നത്. ഇവിടെ ഏപ്രിൽ മന്ത്, ഒരു മന്ത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ, ഡേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഏപ്രിൽ മന്തിൽ ഇവിടെ ഡെബിറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത് ഇത്രയും ക്യാഷ് വന്നിരിക്കുന്നു, ക്രെഡിറ്റ് കൊണ്ട് മീൻ ചെയ്തിരിക്കുന്നത് ഇത്രയും ക്യാഷ് പോയിരിക്കുന്നു. ക്ലോസിംഗ് ബാലൻസ് ഇനി നമ്മുടെ കയ്യിൽ ഇത്ര രൂപയാണ് ക്യാഷ് ബാലൻസ് ഉള്ളത്. അഗൈൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാ ക്യാഷ് ട്രാൻസാക്ഷനും ഇവിടെ കാണിക്കും. എല്ലാ ക്യാഷ് ഇൻഫ്ലോസും ക്യാഷ് ഔട്ട്ഫ്ലോസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. താഴെ ഓപ്പണിംഗ് ബാലൻസിന് ഇല്ലാണ്, അവിടെ ബ്ലാങ്ക് ആണ്. കാരണം നമ്മൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫേമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഒന്നും ഉണ്ടാവില്ല. ദെൻ കറണ്ട് ടോട്ടൽ, ഡെബിറ്റ് ടോട്ടൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, ക്രെഡിറ്റ് ടോട്ടലും ചെയ്തിട്ടുണ്ട്. ക്ലോസിംഗ് ബാലൻസ്, നമ്മുടെ കയ്യിൽ എത്ര ക്യാഷ് ബാലൻസ് ഉണ്ടെന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് നമുക്ക് എടുക്കണം. നമ്മൾ മാനുവലി ചെയ്യുന്നത് പോലെ ബാലൻസ് ചെയ്തുള്ള ഒരു പ്രിൻ്റ് ഔട്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ ടാലിയിൽ എന്തും നമുക്ക് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി Alt കീ പ്രസ് ചെയ്ത് പിടിക്കുക. P എന്ന് പറയുന്ന ലെറ്റർ പ്രസ് ചെയ്യാം. അഗെയിൻ എൻ്റർ കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ പ്രിൻ്റ് ഔട്ട് പ്രിൻ്ററിൽ നിന്ന് ലഭിക്കുന്നതാണ്. നമുക്ക് ലഭിക്കുന്ന പ്രിൻ്റ് ഫോർമാറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഈ ഒരു ഡയലോഗ് ബോക്സ് ലഭിച്ച ഉടനെ കീബോർഡിൽ _, കീ പ്രസ് ചെയ്യുക. അപ്പോൾ അത് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്, ജസ്റ്റ് വായിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ മാനുവലി ചെയ്യുന്ന അതുപോലെ നമുക്ക് പ്രിൻ്റ് ഔട്ട് ലഭിക്കണമെങ്കിൽ താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, മെത്തേഡ് ഓഫ് ബാലൻസിങ്. ഇത് ഡെയിലി, മന്ത്ലി, വീക്കിലി, ഇയർലി ഒക്കെ ഉണ്ട്. അപ്പോൾ നാം എപ്പോഴും ക്യാഷ് ബുക്ക് ഡെയിലി ബാലൻസ് ചെയ്യും. കാരണം എത്ര ക്യാഷ് ഒരു ദിവസം വന്നു, ആ ഒരു ദിവസം എത്ര ക്യാഷ് പോയി, ഇനി ആ ഒരു ദിവസം എത്ര ക്യാഷ് ബാലൻസ് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഡെയിലി ബാലൻസ് ചെയ്യണം. അപ്പോൾ നമ്മളിത് ഡേറ്റ് ചേഞ്ച് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ട് മനസ്സിലാവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് മന്ത്ലി സെലക്ട് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക, അഗെയിൻ എൻ്റർ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രിവ്യൂ ഇവിടെ ലഭിക്കുന്നതാണ്. അത് സൂം ചെയ്യണമെങ്കിൽ Alt Z കീ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണോ പ്രിൻ്റ് ഔട്ട് ലഭിക്കുക അതിൻ്റെ പ്രിവ്യൂ ആണ് ഇത് കാണുന്നത്. പർട്ടിക്കുലേഴ്സ്, വൗച്ചർ ടൈപ്പ്, വൗച്ചർ നമ്പർ, ഡെബിറ്റ് വാല്യൂ, ക്രെഡിറ്റ് വാല്യൂ, ഡെബിറ്റ് ടോട്ടൽ, ക്രെഡിറ്റ് ടോട്ടൽ, ബാലൻസ് എമൗണ്ട് ഒക്കെ ഉണ്ട്. ദെൻ പ്രസ് എസ്കേപ്പ് കീ. ഇനി നമുക്ക് റിപ്പോർട്ട് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഗേറ്റ്വേ ഓഫ് ടാലിയിലേക്ക് തിരിച്ചു വരിക. റിപ്പോർട്ട്സിൽ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്, എൻ്റർ കീ പ്രസ് ചെയ്യുക. പ്രസ് Alt F1 ഫോർ ഡീറ്റെയിൽഡ് റിസൾട്ട്. ഇവിടെ ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 1,17,600 ലഭിച്ചിട്ടുണ്ട്. നാം സ്റ്റേഷനറി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അണ്ടറിൽ രജിസ്റ്റേഴ്സും ചോക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ കഴിയില്ല. ഇവിടെ നമുക്ക് സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ടൊരു എക്സ്പെൻസ് അതിൻ്റെ ടോട്ടലാണ് കാണുന്നത്. നെക്സ്റ്റ് എസ്കേപ്പ് ചെയ്യുക. ബാലൻസ് ഷീറ്റ്, എൻ്റർ കീ പ്രസ് ചെയ്യുക, Alt F1 പ്രസ് ചെയ്യുക. ഇവിടെ ബാലൻസ് ഷീറ്റ് ലഭിച്ചിട്ടുണ്ട്. ടോട്ടൽ 9,17,600.
അപ്പോൾ ഇവിടെ നമ്മൾ അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റിൽ ഫേർണിച്ചർ ശ്രദ്ധിക്കാം. ഫേർണിച്ചർ നമുക്ക് എല്ലാ ഫേർണിച്ചറിൻ്റെയും ടോട്ടലാണ് ലഭിച്ചിരിക്കുന്നത്. ഏതൊക്കെ ഫേർണിച്ചറാണ് ഇവിടെ ഉള്ളതെന്ന് അറിയാൻ വേണ്ടി ഫേർണിച്ചറിൽ വെച്ച് ഒരു തവണ എൻ്റർ കീ പ്രസ് ചെയ്യാം. അപ്പോൾ അവിടെ ഫേർണിച്ചർ എന്ന് പറയുന്ന ഹെഡിൽ എന്തൊക്കെ അസറ്റ് നാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ അവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് ലഭിക്കും. അതിൻ്റെ എമൗണ്ടും ഇവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയായാൽ ഇതിൻ്റെ ഒരു വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം അക്കൗണ്ട്സ് ഓൺലി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും അപ്പോൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.